ഇതൊരു കഥയല്ല. എൻ്റെ അച്ഛനും വല്യച്ഛനും നേരിട്ട് അനുഭവിച്ചൊരു സംഭവമാണ്. അന്ന് അച്ഛന് ഏകദേശം 30 വയസ്സിനടുത്തായിരിക്കും. അന്ന് ഞങ്ങൾ താമസിച്ചിരുന്നത് ചോറ്റാനിക്കര ഭാഗത്തായിരുന്നു. ആ കാലത്ത് ഇന്നത്തെ പോലെ റോഡുകളും വീതിവിളക്കുകളും ഒന്നും ഉണ്ടായിരുന്നില്ല. വീടുകളിലേക്കുള്ള വഴി കൂടുതലും പാടവഴികളും ചെറുവഴികളുമായിരുന്നു. വീട്ടിൽ നിന്ന് കുറച്ച് ദൂരത്ത് ഒരു അമ്പലം ഉണ്ടായിരുന്നു. അവിടെ ഉത്സവം നടക്കുമ്പോൾ നാട്ടുകാർ രാത്രി മുഴുവൻ അവിടെ തന്നെ ഉണ്ടാകും. അച്ഛനും വല്യച്ഛനും പതിവായി അവിടെ പോകാറുണ്ടായിരുന്നു. ആ വർഷം അമ്പലത്തിലെ വെടിക്കെട്ട് നടത്തിയത് അവരുടെ ഒരു സുഹൃത്തായിരുന്നു. അതുകൊണ്ട് അച്ഛനും വല്യച്ഛനും അവനെ സഹായിക്കാൻ പോയിരുന്നു. ഓലപടക്കം കെട്ടുക, സാധനങ്ങൾ ഒരുക്കുക, ഇങ്ങനെ പല കാര്യങ്ങളിലും അവർ സഹായിച്ചു. ഉത്സവം അവസാനിക്കാറായപ്പോഴാണ് അവരൊരു കാര്യം മനസ്സിലാക്കിയത്. ആ വർഷം താലമില്ലായിരുന്നു. അതുവരെ അച്ഛനും വല്യച്ഛനും കരുതിയത് താലത്തോടൊപ്പം തിരിച്ചു വരാമെന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ മനസ്സിലായി, തിരിച്ചു പോകേണ്ടത് അച്ഛനും വല്യച്ഛനും മാത്രം. അങ്ങനെ രാത്രി അവർ യാത്ര തുടങ്ങി. സമയം ഏകദേശം 3 മണിയാകാം. മുൻപിൽ അച്ഛൻ, പിന്നിൽ വല്യച്ഛൻ. പാതയിൽ നായകൾ വന്നാൽ ഓടിക്കാൻ അച്ഛൻ കയ്യിലൊരു ചെറിയ പനവടി കരുതിയിരുന്നു. അത് അമ്പലത്തിലെ ആനയ്ക്ക് കഴിക്കാൻ കൊടുക്കാൻ കൊണ്ടുവന്നതായിരുന്നു. അങ്ങനെ അവർ പാടവഴി വഴി നടക്കുകയായിരുന്നു. ആ സമയത്ത് മുഴുവൻ പ്രദേശവും അസാധാരണമായ ശാന്തതയിലായിരുന്നു. കാറ്റിൻ്റെ ശബ്ദവും ദൂരെയൊക്കെ കേൾക്കുന്ന നായയുടെ കുരക്കിലും മാത്രം. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അച്ഛൻ ശ്രദ്ധിച്ചു, വല്യച്ഛൻ പിന്നിലേക്ക് പോവുകയാണ്. വല്യച്ഛൻ അച്ഛൻ്റെ കൂടെ നടക്കുന്നതേയില്ല. അച്ഛൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. വല്യച്ഛൻ കുറച്ച് ദൂരത്ത് നിന്നുകൊണ്ട് പിന്നിലേക്ക് നോക്കി നിൽക്കുകയാണ്. അച്ഛൻ ചോദിച്ചു, ഡോ, നീ എന്താ അവിടെ നോക്കി നിൽക്കുന്നത്? ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് അച്ഛൻ വല്യച്ഛൻ്റെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് നടന്നു. വല്യച്ഛൻ്റെ നിൽപ്പ് കണ്ടപ്പോൾ അച്ഛനെന്തോ വല്ലാത്ത സംശയം തോന്നി. വല്യച്ഛനെന്തോ കണ്ടതുപോലെയായിരുന്നു. അതുകൊണ്ടാണ് അച്ഛൻ വല്യച്ഛനെ വലിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ അച്ഛൻ മുന്നോട്ട് നോക്കി. മുന്നിൽ കുറച്ച് ആളുകൾ നടക്കുന്നത് കാണാമായിരുന്നു. പക്ഷേ എത്ര നടന്നിട്ടും അവരുടെ കൂടെ എത്താൻ പറ്റുന്നില്ലായിരുന്നു. അവരുടെ ദൂരം അതുപോലെ തന്നെയായിരുന്നു. ഇതിനിടയിൽ വല്യച്ഛൻ വീണ്ടും വീണ്ടും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്നു. അച്ഛനിപ്പോൾ കൂടുതൽ അസ്വസ്ഥത തോന്നി. അതിനാൽ അച്ഛൻ വല്യച്ഛനെ കൈപിടിച്ച് വലിച്ചുകൊണ്ട് വേഗത്തിൽ നടക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അച്ഛനും വല്യച്ഛനും ചോറ്റാനിക്കര അമ്പലത്തിൻ്റെ പരിസരത്തെത്തി. അപ്പോഴാണ് വല്യച്ഛന് പൂർണ്ണ ബോധം വന്നത്. വല്യച്ഛൻ അച്ഛനോട് ചോദിച്ചു, എടാ, നമ്മുടെ പിന്നാലെ വന്നിരുന്ന പെണ്ണ് എവിടെ പോയി? അത് കേട്ടതും അച്ഛൻ ഞെട്ടി. നിനക്കെന്താ വട്ടായോ? ഏതു പെണ്ണ് എന്ന് പറഞ്ഞ് അച്ഛൻ 4 തെറിയും പറഞ്ഞു. അച്ഛൻ വല്യച്ഛനെ കൂട്ടി നേരെ വീട്ടിലേക്ക് നടന്നു. പിന്നീട് വീട്ടിലെത്തിയ ശേഷം വല്യച്ഛൻ വീണ്ടും അതേ കാര്യം പറഞ്ഞു. അവരുടെ പിന്നാലെ ഒരു പെണ്ണ് മുഴുവൻ വഴിയും നടന്നു വന്നിരുന്നു. പക്ഷെ ഒരുവൾ ഒരിക്കലും അടുത്തേക്ക് വന്നില്ല. അവൾ എല്ലായ്പ്പോഴും അല്പം പിന്നിൽ തന്നെയായിരുന്നു. പിന്നീട് വല്യച്ഛൻ പറഞ്ഞൊരു കാര്യം ഇന്നും ഞങ്ങളുടെ വീട്ടിൽ പറഞ്ഞാൽ വെവറയിലുണ്ടാക്കുന്ന ഒന്നാണ്. വല്യച്ഛൻ പറഞ്ഞു, ആ പെണ്ണ് നടക്കുമ്പോൾ അവളുടെ കാലുകൾ നിലത്ത് തൊടുന്നില്ലായിരുന്നു.